ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഇൻഡിപെൻഡൻസ് ഡേക്ക് പറ്റിയ എന്തെങ്കിലും ഒരു സ്നാക്സ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അതിനായിട്ട് നമുക്ക് ക്യാരറ്റ് എടുക്കാം. അതിങ്ങനെ പീൽ ചെയ്ത് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ സ്നാക്സ് ആയതുകൊണ്ട് തന്നെ മെയിനായിട്ടും വേണ്ടതാണ് ക്യാരറ്റ്. ചൂടായ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ക്യാരറ്റിനെ നന്നായിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വാളംപയറാണ്. ഇതിന് പകരമായിട്ട് ബീൻസോ പച്ചപ്പയറോ പച്ച ഇലക്കറികളൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ ഇലക്കറി ആണെങ്കിൽ എണ്ണയിലിട്ട് അധികം നേരം വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഇതിന് നമ്മൾ രണ്ടാമത് ആവിയിലും കൂടെ പുഴുങ്ങുന്നുണ്ട്. പയറിനെ ഇതുപോലെ എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉപ്പിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതുപോലെ അരിപ്പൊടിയെ നൂലപ്പത്തിൻ്റെ പരുവത്തിന് കുഴച്ചെടുത്തിട്ട് സേവനാഴിയിലേക്കിട്ട് അടച്ചു വയ്ക്കാം. ഇനി ഇതുപോലെ ചിരട്ടപ്പുട്ടിൻ്റെ ഒരു അച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ അച്ചെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇതുപോലൊരു പാത്രത്തിൻ്റെ പുറത്താണ് ഇങ്ങനെ വെച്ചത്. ഇനി ആദ്യത്തെ ലെയറിൽ ആദ്യം നമ്മൾ വഴറ്റി വെച്ച ക്യാരറ്റ് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലത്തെ ലെയറിലായിട്ട് നൂലപ്പം ഇതുപോലെ പിഴിഞ്ഞ് വെച്ച് കൊടുക്കണം. നമ്മൾ ഇടിയപ്പം എന്നാണ് കേട്ടോ ഇതിനെ പറയുന്നത്. അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഗ്രീൻ കളറിലുള്ള പയറോ നമ്മൾ ഇലക്കറിയാണോ എന്താണെന്ന് വെച്ചാൽ അതിനെ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് ഒന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. ഇതിന് തേങ്ങാപ്പീരയൊന്നും ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി ഇതുപോലെ ചിരട്ടപ്പുട്ടിൻ്റെ അച്ചില്ലാത്തവരാണെങ്കിൽ പുട്ടുകുറ്റിയിലും ചെയ്തെടുക്കാം. നൂൽപുട്ടിൻ്റെ മോഡലിന് പകരം പുട്ടിൻ്റെ മാവ് നിറയ്ക്കുന്ന രീതിയിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഫസ്റ്റ് ടൈമാണ്, ഞാനിതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കാൻ പോവുകയാണ്. എന്താവും സിറ്റുവേഷൻ എന്നുള്ളത് ഞാനിത് തുറന്നപ്പോഴാണ് കണ്ടത്. എന്തായാലും ഭാഗ്യത്തിന് അത്യാവശ്യം ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അയ്യോ, എനിക്ക് ഭയങ്കര സന്തോഷമായി ഇതിൻ്റെ ആ ഒരു ഷേപ്പ് കണ്ടപ്പോൾ തന്നെ, ആ ഒരു കളറും ഇതൊക്കെ. യഥാർത്ഥത്തിൽ ഈ ഒരു കമൻറ്റ് കണ്ടപ്പോൾ ഞാനൊരു കേസരി ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഈ ഫുഡ് കളർ ചേർക്കുന്നതിനോട് തീരെ താല്പര്യമില്ലാത്ത കാരണം ക്യാരറ്റൊക്കെ അരച്ചിട്ട് ഒരു കേസരി ആദ്യത്തെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗ്രീൻ കളറിന് എനിക്ക് പച്ചച്ചീര കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് എനിക്കിത് ചെയ്യാനും പറ്റിയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനലെങ്ങാനും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക് യു, ബൈ ബൈ. എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.